അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നാളത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത് പോരിശയാക്കപ്പെട്ട മുഹറം 10 ആശുറായിൻ്റെ രാവാണ്. വളരെ റയറായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നൊരു സമയമാണ്. ആശുറായിൻ്റെ രാവല്ല, അതെല്ലാ കൊല്ലവും വരും. ആശുറായിൻ്റെ രാവും ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവും, 2 ഇരട്ടി മധുരങ്ങൾ സമ്മേളിക്കുന്ന പൊന്നായ നേരം. ആ നേരത്ത്, ആ രാവിൽ, പിറ്റേ ദിവസം പകലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം, പ്രത്യേകിച്ച് മുഹറം 10 നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും ഒരുക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രതിഫലം, നാളത്തെ രാവിൻ്റെ കൂലിയെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ ദുആ ചെയ്യാൻ പറഞ്ഞ, കൽബ് നിറച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ മുഴുവൻ ആളുകളും, അൻവാർ ഹഫീസിൻ്റെ കുടുംബം, അല്ലാഹു ഖൈർ നൽകട്ടെ. പ്രത്യേകിച്ച് മുഹറം 9, 10 ആശുറ, തസ്വാ എല്ലാ മഹത്വം അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് ഇന്നത്തെ രാവ് പൊരിശാക്കപ്പെട്ട മുഹറം 9 തസ്വായിൻ്റെ രാവാണ്. ഇന്നത്തെ രാവിലെ ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മുടങ്ങാതെ വിട്ടുപോകാതിരിക്കാൻ ഒന്നുകൂടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധമായ ഇന്നത്തെ രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 9 രാവായതുകൊണ്ട് നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെ വേണം? ഇന്നത്തെ നോമ്പിൻ്റെ നിയ്യത്ത്, പരിശുദ്ധമാക്കപ്പെട്ട താസ്വായിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കാൻ കരുതി എന്ന് ഇന്നത്തെ രാത്രി കരുതണം. മുഹറം 9 സുന്നത്ത് നോമ്പ്. അതേപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി എന്ന് കരുതുക. അതോടൊപ്പം മുഹറം 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ട്. അതിൽ മുഹറം 9 സുന്നത്ത് നോമ്പ് 9ാമത്തെ ദിവസം സുന്നത്തായി വരുന്നത്, അതും കരുതി എന്ന് ചേർത്തി കൊടുക്കാം. അതോടൊപ്പം നോമ്പ് ഖളാ വിട്ടാനുള്ളവർക്ക് ചേർത്തി കൊടുക്കാം. ഈ നിയ്യത്ത് മസ്റ്റായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ഈ പരിശുദ്ധമായ നോമ്പ് കൊണ്ട് ഒരു മാസക്കാലം മുഴുവൻ പട്ടിണി കിടന്ന കൂലിയ, 30 ദിവസം, ഒരു മാസം നോമ്പ് പിടിച്ച കൂലിയ ഈ പരിശുദ്ധമായി നോമ്പുകൊണ്ടൊക്കെ കിട്ടാൻ പോകുന്നത്. ഓർത്ത് ചെയ്യണം എല്ലാവരും. ആ നോമ്പിൻ്റെ നിയ്യത്ത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നിയ്യത്ത് വെച്ച് നാളത്തെ നോമ്പ് തുറയോടുകൂടെ കയറി വരുന്ന പരിശുദ്ധ രാവ് ആലോചിച്ച് നോക്കെ. നാളത്തെ മഗ്രിബോടെ കയറി വരുന്നത് പ്രിയപ്പെട്ടവരെ പ്രഭാപൂരിതമായ ഖൈറാത്തുകളും ബറക്കാത്തുകളും വാനലോകത്ത് പെയ്തിറങ്ങുന്ന പൊരിശാക്കപ്പെട്ട മുഹറം 10 ആശുറായിൻ്റെ രാവാണ്. 2 പ്രത്യേകതകളാണ്. ഏറ്റവും മധുരം നിറഞ്ഞ ഇരട്ടി മധുരങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ റയറായി കിട്ടുന്നൊരു മഹത്വമാണ്. എന്ത്? ആശുറാ ദിവസമല്ല, അതെല്ലാ ദിവസവും കിട്ടും. ആശുറായിൻ്റെ മുഹറം 10 രാവും വെള്ളിയാഴ്ച രാവും. വെള്ളിയാഴ്ച ആശുറ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു വച്ചിരിക്കുന്ന ഈ സമയ സംവിധാനം ഉണ്ടല്ലോ, ഇക്കൊല്ലം നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 അത് ഏറ്റവും മനോഹരമാണ്. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഒരു വർഷത്തിലെ ഏറ്റവും ബഹുമാനമുള്ളൊരു മാസമാണ് മുഹറം മാസം. ആ മാസത്തിൽ ഏറ്റവും ബഹുമാനമുള്ളതാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച. ഒരു ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവുകളുടെ രാജാവാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ രണ്ടും കൂടെ സമ്മേളിക്കുന്ന ഏറ്റവും പ്രൗഢമായ, വളരെ റയറായി നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുതത്തിൻ്റെ മണിമുത്ത് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവുക. കയ്യിൽ നിന്ന് വഴുതി പോകരുത്. മുഴുവനായിട്ട് അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവിൽ ഫസ്റ്റ് വൺ, നാളത്തെ രാവിൽ പ്രത്യേകിച്ച് ഓർത്ത് നമ്മൾ ചെയ്യേണ്ടത്, രാവിനെ ഹയാത്താക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം, പുണ്യമുള്ളതാണെന്ന് ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പോലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിലെ 15 രാത്രി ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതിൽ വളരെ പ്രഗത്ഭമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആശുറായിൻ്റെ രാവ്, ആ രാവിനെ പരിഗണിച്ചു കൊടുക്കണം. അതോടൊപ്പം വെള്ളിയാഴ്ച രാവോടെ കയറി വന്നപ്പോൾ പിന്നെ പറയേണ്ടതില്ല. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവിനെ ഹയാത്താക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പരിശുദ്ധമായ ലൈലത്തു ആശുറ, നാളത്തെ മഗ്രിബോടെ കയറി വരുന്ന 10 രാവ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചോദിച്ചാലും ഇജാബത്ത് കിട്ടുന്ന രാവാണ്. എന്ത് അള്ളാഹിനോട് ചോദിക്കാം, ഇജാബത്ത് കിട്ടും. ഒന്ന് രാവുകളുടെ രാജാവ് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് മുഹറം 10 ആശുറായിൻ്റെ രാവ്. ഒരു മടിയും വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ. നിസ്കരിക്കാൻ പറ്റാത്ത മൂമെൻ്റ് ആയിക്കോട്ടെ, പിറ്റേ ദിവസം നോമ്പുടിക്കാൻ പറ്റാത്ത പീരീഡ്സിൻ്റെ സമയമായിക്കോട്ടെ, ഉമ്മമ്മ ഒരു വിഷമം, ഒരു ഇച്ചിരി പോലും ടെൻഷൻ വേണ്ട അക്കാര്യത്തിൽ. ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല, അള്ളാഹുവിൻ്റെ തദ്ബീറാണ്, അള്ളാഹിൻ്റെ സംവിധാനമാണ്. ഒരു വിഷമല്ല. പക്ഷേ മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യം നാളത്തെ രാവിൽ മറക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ഹൃദയസ്പർശി, ചുമ്മാ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു കളയാം ഏതായാലും ദിവസമല്ലേ, അല്ല,
മനസ്സറിഞ്ഞ് അള്ളാഹിനോട്, എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നുമില്ല, ഒരാളുമില്ല എന്ന് പറഞ്ഞ് മനസ്സ് നിറച്ച് ചോദിക്കണം പരിശുദ്ധമായ നാളത്തെ രാവിൽ. വലിയ ബഹുമാനമാണ്. കിട്ടിയാൽ രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നു. നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ ഹദീത്ത് കാതിലൂടെ കൽബിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? കേട്ടോളൂ. മൻ അഹ്യാ ലൈലത്ത ആശൂറ, ഒരാൾ ആശൂറയിൻ്റെ രാവിനെ ഹയാത്ത് കൊടുത്തു. അത് വെള്ളിയാഴ്ച രാവായിട്ട് കയറി വന്നിട്ടുള്ള ചർച്ചയല്ല ഈ ഹദീത്തിൽ. അതുകൂടെ കയറി വന്നാൽ പിന്നെ വേറെ വർത്താനല്ല. അത് വലിയ മഹത്വമാണ്. പരിശുദ്ധമായ മുഹറം 10 രാവിനെ, അതായത് അള്ളാഹു ഇക്കൊല്ലം നമുക്ക് നൽകിയ നാളത്തെ മഗ്രിബോടെ കയറി വരുന്ന രാവിനെ ഒരാൾ ഹയാത്താക്കി രാത്രി ഇബാദത്ത് കൊണ്ട് പരമാവധി ആൾ എൻഗേജഡ് ആയാൽ, കേട്ടോളൂ, ഫകഅന്നമാ അബദല്ലാഹ തആല ബിമിത്ലി ഇബാദത്തി അഹ്ലിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ അഹലുകാരും, മുഴുവൻ ജീവജാലങ്ങളും, മുഴുവൻ ആളുകളും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഇബാദത്തിൻ്റെ കൂലി അള്ളാഹു അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും. അതിന് സമാനമായ കൂലിയും ആലോചിച്ച് നോക്കി. ഈ പ്രപഞ്ച ലോകത്ത് ആകാശഭൂമികളിൽ അള്ളാഹുവിൻ്റെ അഹലുകാർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എത്രയോ സുഹൃതങ്ങൾ, നന്മകൾ, എത്രയോ നന്മകൾ. ആകാശഭൂമിയിലുള്ള മുഴുവത്തിൻ്റെ മലക്കുകളടക്കം ഇബാദത്തിൻ്റെ കൂലി അള്ളാഹു നമുക്ക് തരും. എന്ത് ചെയ്താൽ? നാളത്തെ രാവിലെ ഹയാത്താക്കിയാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര സൗഭാഗ്യമാണ്. ഓമൻ സ്വാമ യൗമ ആശൂറ. അപ്പം നാളത്തെ രാത്രി നിയ്യത്ത് ചെയ്തു മുഹറം 10 നോമ്പ് പിടിക്കാൻ. അങ്ങനെ നോമ്പ് പിടിച്ചാലോ ഫകഅന്നമാ സ്വാമ ദഹ്റ കുല്ല, അവൻ ജീവിതകാലം മുഴുവൻ പട്ടിണി കിടന്ന, അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടന്നവനെ പോലെ, പടച്ചോന് വേണ്ടി 365 ദിവസവും കാലം മുഴുവൻ, വർഷം മുഴുവൻ നോമ്പ് പിടിച്ചവനെ പോലെയാണ്. ലൈഫ് ടൈം മുഴുവൻ നോമ്പ്, അതിൻ്റെ കൂലിയാണ് നാളെ രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സ്വാമ യൗമ ആശൂറ, മുഹറം 10 നോമ്പ് അള്ളാഹിൻ്റെ സൗഭാഗ്യം കൊണ്ട് ഒരാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് ലം യദ്രി ബിൽ മൗത്ത്, അവൻ മരണമറിയൂല്ല. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു പ്രയാസം, ഒരു ടെൻഷനായി നിൽക്കുന്ന എന്താ? നമ്മുടെ മരണമാണ്. അള്ളാഹുവേ, മരണത്തെ മുഖാമുഖം കാണണമല്ലോ അല്ലാ, അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മാത്രം അറിയണമല്ലോ പടച്ചോനെ, ഒരാളോട് പറയാൻ പോലും പറ്റൂലല്ലോ റബ്ബേ. എൻ്റെ അനുഭവം, മരണാനുഭവം ആരും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവേ, ആ അനുഭവം എങ്ങനെയായിരിക്കും? റാഹത്തായിരിക്കും. നമ്മളറിയില്ല നമ്മുടെ മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ നൊമ്പരം ഉണ്ടാകില്ലേ, പ്രയാസം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും സക്കറാത്തിന് അതിൻ്റേതായ എഫക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മളതറിയാതെ അള്ളാഹു വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യും. ലം യദ്രി ബിൽ മൗത്ത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എഫക്റ്റീവാണ്. അതുകൊണ്ട് സൗഭാഗ്യങ്ങളുടെ പെരുമഴയാണ് നാളത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത്. ഒരാളും മിസ്സാക്കാൻ പാടില്ല. നാളത്തെ രാവിൽ ദുആയിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാൻ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മക്കൾ വന്നിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോൾ, ഞാൻ ദുആ ചെയ്തോളാം, ഓക്കെ, ഞാൻ ആ സമയം കണ്ടിട്ടുണ്ട് എന്ന് മക്കളോട് പറയുന്ന ഭാഗം ഖുർആൻ പറയുന്നുണ്ട്. ഏതാണ് ആ സമയം? മഹത്തുക്കളായ ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയം മുഹറം 10 രാവായിരുന്നു, വെള്ളിയാഴ്ച രാവായിരുന്നു, രണ്ടും കൂടെ സമ്മേളിച്ചിരുന്നു എന്ന് കാണാം. അപ്പോൾ ഏറ്റവും പോരിശുള്ള സമയത്തേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പെൻഡിങ്ങിൽ വെച്ചു. ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതാ നേരം? അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു, മുഹറം 10 രാവായിരുന്നു, ആശൂറായിൻ്റെ രാവ്. അപ്പോൾ വലിയ സൗഭാഗ്യമാണ്. നാളെ നമ്മൾ ഓർത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം പടച്ചവനോട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തത്, പരിശുദ്ധമായ ആ രാവിനെ ഹയാത്താക്കുക എന്ന് പറയുന്ന പുണ്യമുണ്ടല്ലോ. ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളുടെയും ഇബാദത്തിൻ്റെ കൂലി കിട്ടുന്ന വലിയ സൗഭാഗ്യം. അത് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? രാവിനെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രാവിനേക്കാൾ കൂടുതൽ സമയവും നമ്മൾ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുക, കഴിവിൻ്റെ പരമാവധി, ഏറ്റവും മിനിമം. അതിനാ മർത്തവ ഞാൻ പറയുന്നത്, അതിൻ്റെ താഴേക്ക് വേറെ ഇല്ല. നമ്മളുടെ ആ രാവിലെ മഗ്രിബ്, നാളത്തെ മഗ്രിബ്, ഇശാ, സുബഹ് 3 നിസ്കാരവും സഹോദരിമാരടക്കം ജമാഅത്തായി ഒരാളെങ്കിലും ചേർത്തിട്ട് ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കൊടുക്കുക. ഭയങ്കര സൗഭാഗ്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു കൊടുക്കുന്നൊരു സൗഭാഗ്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിട്ടിയാൽ ആ രാവിൻ്റെ ഹയാത്തിൽ മിനിമം കൂലി കിട്ടും. മിനിമം ആ രാവ് മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. മിനിമം അത് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ കഴിവിൻ്റെ പരമാവധി ആ രാവിനെ ഉപയോഗപ്പെടുത്തുക. സെക്കൻഡ് വൺ, നോമ്പിൻ്റെ കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, കാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി അള്ളാഹു നൽകുന്ന പരിശുദ്ധമാക്കപ്പെട്ട നോമ്പാണ്. ലോകത്ത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും അനുഷ്ഠിച്ച നോമ്പാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നോമ്പാണ്. ആ നോമ്പിൻ്റെ വലിയ പോലീസാണ് ആ നോമ്പ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ദുആ ചെയ്യുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അമ്പിയാക്കൾ പോലും കാത്തു നിന്ന രാവാണ് ദുആ ചെയ്യാൻ. എന്നാലോചിച്ച് നോക്കി, നബിമാരെ എപ്പോൾ ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇത് കാത്തിരുന്നു ഈ രാവിന് വേണ്ടി.
അത്ര പോരിശുള്ള രാവാണ് വെള്ളിയാഴ്ച രാവ്, മുഹറം 10 രാവ്. ഇരട്ടി മധുരമാണ്. ഇനി 4-മത്തെ കാര്യം, മരിച്ചവരെ ഓർക്കേണ്ട രാവാണ്. നമ്മുടെ മരണപ്പെട്ടവരുടെ റൂഹെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അവരെ മറന്നാൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വരുന്ന നമ്മളോട് സംവദിക്കും. തറഹമു അലീന ഫി ഹാദിഹി ലൈലത്തിൽ മുബാറക. ഇത്ര ബറക്കത്തുള്ള ഈ വെള്ളിയാഴ്ച രാവും പരിശുദ്ധമാക്കപ്പെട്ട ഈ പോരിശാക്കപ്പെട്ട രാവ് ഒരുമിച്ച് കൂടി വന്ന അത്രയും പോരിശുകൾ ഈ മുബാറക്കായ രാവിൽ നിങ്ങൾ എന്താ ഞങ്ങളോട് കരുണ കാണിക്കാത്തത്? ഞങ്ങളുടെ പേരിൽ ഒരു പിടി ഭക്ഷണം, ഞങ്ങളുടെ പേരിൽ ഒരു ഹദിയ, ഞങ്ങളുടെ പേരിൽ ഒരു ഹദിയ കൊടുത്തൂടെ നിങ്ങൾക്ക്? ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, ഇതൊക്കെ വേണം. അതുകൊണ്ട് മരിച്ചവരെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട രാവാണ് നാളത്തെ രാവ്, മറ്റന്നാൾ വെള്ളിയാഴ്ച പകൽ. പ്രത്യേകിച്ച് സിയാറത്തൊക്കെ സുന്നത്തായി വരുന്ന സഹോദരന്മാർക്ക് വെള്ളിയാഴ്ച രാവും കൂടെയല്ലേ, ഓർത്ത് ചെയ്യണം. അൽഹംദുലില്ലാ. ഇനി 5-മത്തെ ഒരു കാര്യം ഹദിയയുടെ കാര്യമാണ്. ഹദിയ അതായത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഹദിയ കൊടുക്കാൻ ഏറ്റവും ഉള്ള കൂലിയാണ്. ഈ രാവിൽ, നാളത്തെ രാവിൽ, മറ്റന്നാൾ പകലൊക്കെ ഹദിയ കൊടുക്കുക. ഇനി 6-മത്തെ ഒരു കാര്യം, നാളത്തെ രാവിൽ ഓർത്ത് ഓതേണ്ട സൂറത്താണ് സൂറത്ത് ദുഖാൻ. സൂറത്തുൽ കഹ്ഫൊക്കെ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച രാവ് ഓതാറുണ്ട്. വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതിന്? സൂറത്ത് ദുഖാൻ. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി സുബഹി വരെ ദുആ സമ്മേളനം നടത്തുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലൊരു വീട് തന്നെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് പോകാം നാളെ ദുഹാൻ ഓതിയാൽ. ഓർത്തോതണം സൂറത്ത് ദുഹാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 7-മത്തെ ഒരു കാര്യം സൂറത്ത് യാസീൻ. നാളത്തെ രാവിൽ മനസ്സറിഞ്ഞ് ഓതിയാൽ അസ്ബഹ മഗ്ഫൂറ ലഹു. നേരം വെളുക്കുമ്പോൾ ഒരു അത്ഭുതം കാണാം, ഒറ്റ തെറ്റുണ്ടാവില്ല. ഇത് റബ്ബേ സൗഭാഗ്യത്തിൻ്റെ വലിയ പെരുമഴയാണ്, നേടിയെടുക്കണം. 8-മത്തെ കാര്യം അത്തൗസിയത്തു അൽ അയ്യാൻ. കുടുംബത്തിന് വിശാല. നാളത്തെ മഗ്രിബോടെ കയറി വരുന്ന പരിശുദ്ധമായ രാവ് എന്ന് പറയുന്നത് മുഹറം 9 നോമ്പ് തുറന്നിട്ട് കയറി വരുന്ന രാവുണ്ടല്ലോ, നാളത്തെ മഗ്രിബ് വരുന്ന വെള്ളിയാഴ്ച രാവ്. ആ രാവിൽ വെള്ളിയാഴ്ച പകലിൽ വെള്ളിയാഴ്ചയുടെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ലാവിഷായിട്ട് ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ വീട്ടുകാർക്ക് ചോദിക്കുക എന്താ വാങ്ങേണ്ടത്, അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തു കൊടുക്കുക. മക്കളെയൊക്കെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുക. വലിയ റാഹത്താണ്, വലിയ റാഹത്താണ്. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്ത് കുടുംബത്തെ സന്തോഷിപ്പിക്കുന്ന വിശാലത കൊടുക്കുന്നവർക്ക് ഒരു കൊല്ലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതെല്ലാം തരും എന്ന് പറയുന്നത് വഹീൻ്റെ വാക്കാണ്. ഇത് ചുമ്മാ മൂച്ചുമ്മ കയറ്റാൻ വൈകുന്നേരം വരെ നല്ല ആക്റ്റീവായി പണിയെടുക്കാൻ വേണ്ടി മുതലാളി തൊഴിലാളിയോട് പറയുന്ന വാക്കല്ല. ഇത് വാക്ക് മാറ്റി പറയാത്ത വലിയ മുതലാളി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അല്ലാഹുവിൻ്റെ വഹീൻ്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള വഹീൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഉത്ബോധനമാണ്. അതുകൊണ്ട് ആ റാഹത്ത് മുഴുവൻ സ്വീകരിക്കുക. കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ, അത് സുന്നത്താണ്, ആ കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുക. എന്ന് കരുതി ആവശ്യമില്ലാത്ത നമ്മൾ അതിനു വേണ്ടി കടം വാങ്ങുക, അതിനുവേണ്ടി ഓവറായിട്ട് ഇടങ്ങേറാവുക, അത് വേണ്ട. നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്താൽ മതി, പ്രയാസപ്പെടേണ്ടതില്ല. ഇനി ഒന്നുമില്ലാത്ത സാധുവാണെങ്കിൽ പോലും കുടുംബത്തിൽ സന്തോഷത്തോടെ, നല്ല വിശാലമായ മനസ്സോടെ, നല്ല പെരുമാറ്റം, നല്ല സോഫ്റ്റായി സംസാരിക്കുക. മക്കളുടെ സന്തോഷമൊക്കെ ചോദിച്ച് ഫ്രീ ഒക്കെ ആയിരിക്കുമല്ലോ, മക്കൾക്കും ഫ്രീ ആണ്, നമുക്ക് പലപ്പോഴും ജോലിക്കാർക്കൊക്കെ ഫ്രീ ആണ്. ഒന്ന് കുടുംബത്തോടൊപ്പം ഇരിക്കുക, ഒന്ന് സന്തോഷിക്കുക, വലിയ പ്രധാനപ്പെട്ടതാണ്. കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. നിയ്യത്ത് വെക്കണം. അശുറാഇൻ്റെ നോമ്പെടുക്കാൻ തീരുമാനിച്ച ആളുകൾ നിർബന്ധമായും നോമ്പിൻ്റെ നിയ്യത്ത് മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹുവേ, പരിശുദ്ധമായ മുഹറം 10 നോമ്പ്, മുഹറം 10-ാമത്തെ ദിവസം 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ട്. ആ 10 നോമ്പ് ഞാൻ എടുക്കുന്നു. അതേപോലെ ആശുറാഇൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിൻ്റെ നിയ്യത്ത് ഞാൻ കരുതുകയാണ് നാളെ അനുഷ്ഠിക്കാൻ വേണ്ടി. ഇനി നോമ്പ് ഖളാ വീട്ടാനുള്ളവർക്ക് അത് ചേർത്തി കൊടുക്കാം. അൽഹംദുലില്ലാ, ഏറ്റവും പോരിശയാണ്, വെള്ളിയാഴ്ച കൂടെയാണ്, പൊന്നാണ് നേരം. അൽഹംദുലില്ലാ, അല്ലാഹു അതിന് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അന്നത്തെ രാവിൽ ചെയ്യേണ്ട പരിശുദ്ധമായ, അന്നത്തെ പകലിൽ ഓർത്ത് ചെയ്യേണ്ട, ചൊല്ലേണ്ട കാര്യങ്ങൾ പറയാണ്ട് അടുത്ത ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കണം. നമ്മുടെ ക്ലാസ് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് നിർബന്ധമായിട്ടും വേണം. കഴിവിൻ്റെ പരമാവധി ഒരു വാക്കാണെങ്കിലും അത് ഒരുപാട് പേർക്ക് ക്ലാസ് എത്താനൊരു കാരണമാകും. ലൈക്കൊക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ക്ലാസ് ഓട്ടോമാറ്റിക് പോകും. ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله
ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا